ബീഹാറിൽ ബി.ജെ.പി. ജെ.ഡി.യു സഖ്യ സർക്കാർ ഉണ്ടാകുമെന്ന് സൂചന. പുതിയ സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധ്യത. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷ് കുമാർ തുടർന്നേക്കും. സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയാകുമെന്നാണ് റിപ്പോർട്ട്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം. നോബൽ മാരിക്കാരൻ, ലാലു പ്രസാദ് യാദവ് നടത്തുന്ന അനുനയ നീക്കങ്ങളൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല എന്ന സൂചനകളാണോ ഇപ്പോൾ പുറത്തുവരുന്നത്? ഇന്നലത്തെ ദില്ലി കൂടിക്കാഴ്ചകളുടെ ഒരു ഫലം അത് നാളത്തെ സത്യപ്രതിജ്ഞയിലേക്ക് എത്തുകയാണോ? സുജയ, ബീഹാറിൽ നിതീഷ് കുമാറിനെ അനുനയിപ്പിക്കാൻ ലാലു പ്രസാദ് യാദവ് ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്ന് വ്യക്തമാക്കുമ്പോഴും ബി.ജെ.പിയുമായി നിതീഷ് കുമാർ ചർച്ചകൾ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഞായറാഴ്ച ജെ.ഡി.യു ബി.ജെ.പി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നോ നാളെയോ നിതീഷ് കുമാർ നിലവിലത്തെ സർക്കാരിനെ പിരിച്ചുവിടുക അല്ലെങ്കിൽ നിലവിലത്തെ രാജ്യസഭ അറിയിക്കാനുള്ള സാധ്യതയാണ്, പിരിച്ചുവിടാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പി കേന്ദ്രങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ചില റിപ്പോർട്ടുകൾ വരുന്നത് സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രി ആകും എന്നുള്ളതാണ്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം തുടരും എന്ന റിപ്പോർട്ടുകളും വരുന്നു. നേരത്തെ സംസ്ഥാന ബി.ജെ.പി നേതൃത്വം ആവശ്യപ്പെട്ടത് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് എൻ.ഡി.എയിലേക്ക് എത്തണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നലെ ദേശീയ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ചില അനുനയ നീക്കങ്ങൾ നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ സംസ്ഥാന അധ്യക്ഷൻ സാമ്രാട്ട് ചൗധരിയെ നേരിട്ട് അമിത്ഷയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി വലിയ കടുംപിടുത്തത്തിലേക്ക് പോകേണ്ട എന്നൊരു നിലപാട് സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായാണ് നിതീഷ് കുമാർ വീണ്ടും ബീഹാറിൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷേ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞായറാഴ്ച തന്നെ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. നിലവിൽ അത് തീർച്ചയായും ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു സംസ്ഥാനം കൂടി കയ്യിൽ നിന്ന് പോവുകയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ. അതും ബീഹാർ പോലെ ഇത്രയധികം വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനം കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തും. ആർ.ജെ.ഡിയും സമാനമായ രീതിയിൽ തന്നെ ചില യോഗങ്ങൾ വിളിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു. ഏതായി മുന്നോട്ടുള്ള നീക്കങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ആർ.ജെ.ഡിയുടെ യോഗം എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ നിതീഷ് കുമാർ ബി.ജെ.പിയുമായി കൂടുതൽ അടുത്തു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കാര്യങ്ങൾ പൂർണ്ണമായും മുന്നോട്ട് വന്ന ഏത് തരത്തിലായിരിക്കും ഫോർമുല എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോഴും എത്തിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും പ്രാഥമികമായി നമുക്ക് മനസ്സിലാവുന്നത് നിതീഷ് കുമാർ എൻ.ഡി.എയിലേക്ക് എത്താനുള്ള നീക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചടങ്ങുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായും അത് മറ്റൊരു ചരിത്രമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്താണെങ്കിലും നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ദില്ലിയിലും പട്നയിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും സജീവമായി തന്നെ തുടരുന്നുണ്ട് എന്നാണ് പുതിയ സംഭവവികാസങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. സുജയ.